ജോലി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ജോലി കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ തോന്നില്ല. നമുക്ക് എല്ലാ കാലത്തും നമ്മളിപ്പം ജോബ് ഉണ്ടാവുമെന്ന് ഉറപ്പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടി വരുമല്ലോ. ബിസിനസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ടെൻഷൻ, ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള വരുമാനവും നഷ്ടവും ലാഭവും ആര് സഹിക്കണം? ഒരു വ്യക്തി ആ വ്യക്തി ഇപ്പം ഞാനാണെങ്കിൽ അത് സഹിക്കണം. എന്തെങ്കിലും സൈഡ് ബിസിനസ് നോക്കാമല്ലോ. ചെറുതായിട്ട് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചേർന്നിട്ട് സൈഡായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഇപ്പോൾ ജോലി ചെയ്യാം. നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൂലി വാങ്ങിയിട്ട് നമ്മളെ കേസിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അതൊരു സംതൃപ്തി ഒന്ന് വേറെ തന്നെ. സ്കില്ലുള്ള ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ജോബ് നമ്മളെ സാധ്യത കുറഞ്ഞു വരും. പക്ഷെ ബിസിനസ് നമ്മൾ തുടങ്ങി ഒന്ന് ക്ലച്ച് പിടിച്ചാൽ ഇതിൻ്റെ ഒരു പാത്തിലെത്തിയാൽ അതിലേക്ക് നമുക്ക് എപ്പോഴും ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ബിസിനസ്സാണ്. നമ്മളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരിക ബിസിനസ്സിലാണ്. പല കാര്യങ്ങൾക്കും ഇപ്പം നമ്മൾ വീട്ടിൽ ചോദിച്ചാൽ പൈസ തരും, പക്ഷെ ചോദിക്കാനൊക്കെ ഉള്ളൊരു മടിയുണ്ടാവുമല്ലോ. ഇപ്പം നമ്മുടെ ഇപ്പോൾ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചിലപ്പം നമ്മളെക്കാട്ടും മുമ്പ് സെറ്റിലായ ടീമുകളുണ്ടാവും. അപ്പം അവരുടെ മുന്നിൽ നമുക്ക് ഫേസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പൈസ സാലറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. സ്വന്തമായിട്ട് നിൽക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. കൂടുതൽ യോജിക്കുന്നില്ല. സ്വന്തം നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവരും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇപ്പോൾ രാത്രി ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ വീട്ടിൽ ഇത്ര സമയത്തിനുള്ളിൽ കയറണം എന്നൊക്കെയുള്ളൊരു പ്രശ്നം. പുറത്താകുമ്പോൾ ആയിരുന്നില്ല, അവർ പേടിക്കണ്ട. അതായത് ഇവിടെ കൂലി കുറവുകൊണ്ട് അക്കരെ പോയ കുറച്ച് കൂലി മെച്ചം കിട്ടും. അതുകൊണ്ടാണ് അക്കരെ പോകുന്നത്. ഇപ്പം ഗൾഫിൽ നിന്ന് ഇപ്പം ഇന്ത്യക്കാരും കൂടെ വരുന്നുണ്ട്. ഇന്ത്യക്കാരെന്താ കൂടെ വരുന്നത്? ഇവിടെ നല്ല പൈസ ഉണ്ട്, അവിടെ പൈസ കൂലി കുറവാണ്, അതുകൊണ്ടാണ് കൂടെ വരുന്നത്. കാരണം നമ്മളെ നാടിൻ്റെ ആ ഇത് കിട്ടൂല മറ്റൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ മറ്റൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവരെ ഇതേ നമുക്ക് നോക്കിയെടുക്കാനുള്ളൂ. നമ്മളെ നാട്ടിലാകുമ്പോൾ നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിലെ നമ്മളുള്ള സഹോദരിമാർ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു സംതൃപ്തി മറ്റൊരു നാട്ടിൽ പോയാൽ നമുക്ക് കിട്ടില്ല. ആ കൺട്രി അവിടുത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ലിവിങ് എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഏത് കോഴ്സ് പഠിച്ചിറങ്ങിയാലും സ്റ്റാർട്ടിങ് ഒരു 10-12 ആ ഒരു റേഞ്ചിലാണ് സാലറി ഇട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം തന്നെ കഴിഞ്ഞു പോലും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കി ലൈഫ് സെറ്റിൽ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള തോട്ടാണ് എല്ലാവർക്കും. ഇവിടുന്ന് ഒരു 2 കൊല്ലം, ഒരു 2 മാസം 3 മാസം കൂട്ടിയിട്ട് അവർക്ക് അങ്ങോട്ട് പോകാം. നല്ല പൈസയുടെ ഒന്ന് പോവാം. മുമ്പൊക്കെ അവിടെ കൂലി കുറവാണ്. ഇന്ത്യക്കാർക്ക് നല്ല കൂലിയാണ് ഇപ്പോൾ. അവിടെ 150 റുപ്യ 150 റുപ്യ കൂലിയുള്ളൂ. ഇവിടെ കൂലി കുറവാണ്. സന്തോഷ് ജോർജ് കുളങ്ങ പറഞ്ഞ മാതിരി നമ്മളെ നാട്ടിലെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് പഠിച്ച് ഇറങ്ങിയ ചെറുപ്പക്കാർക്ക് പറ്റിയ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അപ്പം അത് പുറം നാടുകളിൽ ഒരുപാട് അവൈലബിൾ ആണ്. അവരുടെ സിസ്റ്റം പിന്നെ അത്രയ്ക്കും പെർഫെക്റ്റ് ആണ്. അതൊക്കെ കണ്ടിട്ടാണ് അവരവിടെ പോകുന്നതും സെറ്റിൽ ആവുന്നതും. സ്വന്തം വീട്ടിൽ പേരൻസ് അടുത്തുണ്ടാവും. സ്വന്തമായിട്ട് ഭൂമി വേണം. ഭൂമി തന്നെ സുഖമായി ജീവിക്കാം. ഒരു ബിസിനസ് മാൻ ചിന്തിക്കുന്നത് റെന്റലാണ് കുറച്ചും കൂടി ബെറ്റർ. വാങ്ങിക്കുന്നതാണ് നന്നാവുക. സ്വന്തമായിട്ട് വീട് വാങ്ങി താമസിക്കുന്നതല്ലേ നല്ലത്. മന്ത്ലി ഇതൊരു ചിലവുണ്ടാവുമല്ലോ. പിന്നെ ഒരു ഏതെങ്കിലും ദൂര സ്ഥലത്ത് മാറി നിൽക്കണ്ടേ. ഒരു വീടൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ചുറ്റുള്ള ആൾക്കാരൊക്കെ പരിചയമുള്ള ഒരാളായതുകൊണ്ട് അപ്പോൾ അതിനുള്ളൊരു ഇതുണ്ടാവും. പുറത്ത് മാറി നിൽക്കാൻ ഒരു അവസ്ഥ വരില്ല. കാരണം എന്താ, നയിക്കാൻ കംപ്ലീറ്റ് വാടക കൊടുത്ത് ജീവിക്കാവും. മറ്റാണ് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വന്തം വീടാണെങ്കിൽ നയിച്ചിട്ട് കഴിയുക, മറ്റാ വാടകയും കൊടുക്കണം. അതുകൊണ്ട് സാധിക്കില്ല, വാടക കൊടുക്കാൻ സാധിക്കില്ല നയിക്കുന്ന പൈസ ഇപ്പോഴത്തെ കാലത്ത്. ബിക്കോസ് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 lakhsോളം നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടാവും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു 50 lakhs നമ്മൾ എവിടെയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഒരു 2 to 2.5% നമുക്ക് റിട്ടേൺസ് ഏറ്റവും മിനിമം കിട്ടും. ഒരു സക്സസ്ഫുള്ളായി റൺ ചെയ്യുന്ന ഒരു ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും, ഒരു സ്റ്റാർട്ടപ്പിൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് ഒരു സക്സസ്ഫുള്ളായി റൺ ചെയ്യുന്ന ഒരു ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു 2 to 2.5 റിട്ടേൺസ് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഒരു 50 lakhs 2.5% ആണെങ്കിൽ അത് വലിയൊരു പൈസ ആയി. ആ പൈസ നമ്മൾ ഒരു പ്രോപ്പർട്ടി റെൻറ്റ് എടുത്തിട്ട് ആ പ്രോപ്പർട്ടി താമസിച്ച് കഴിഞ്ഞാലും ബാക്കി പൈസ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ പോക്കറ്റിലേക്ക് മീൻസ് അത് ക്യാഷ് ഫ്ലോ ആവും. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കില്ല. മീൻസ് വളരെ കുറച്ച് ആൾക്കാർ മാത്രം അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടൊരു 3% ആൾക്കാർ മാത്രമേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ബാക്കി 97% ആൾക്കാർ ഒന്നീ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ കാരണം റെന്റ് ആകുമ്പോൾ നമുക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻകം വേണ്ടി വരുമല്ലോ. ഇൻകം അത്
ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് പോയാൽ നമുക്ക് റെന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു വാങ്ങിച്ച വസ്തു ആണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല, നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. റെന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ആണല്ലോ, ഞങ്ങൾ റെന്റിലിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ റെന്റ് നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം വീട് എന്താ പറയുക, അതിൻ്റെ ഓണേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ സ്വന്തം വീടാകുമ്പം ആരും ചോദിക്കാനും പറയാനും വരുന്നൊരു സാഹചര്യം ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. സ്വന്തമാകുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് ബാക്കി നമുക്ക് ഇങ്ങനെ ജീവിക്കാനുള്ള കാര്യം നോക്കിയാൽ മതി. ഇത് വീട് റെന്റ് ആണെങ്കിൽ അതിന് വാടകയും നോക്കണം, മെയിൻ്റെനൻസ് നോക്കണം. എന്താഗ്രഹിക്കാൻ അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഒരു സപ്പോർട്ട് കാണുന്നില്ല. നമ്മളെന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുമ്പം ഓവർ പോപ്പുലേറ്റഡ് അല്ലേ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഇല്ലല്ലോ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ, ഒന്നും പറയാനില്ല. ടാക്സ് ഒക്കെ ഒന്ന് കുറച്ചാൽ മതി. പിന്നെ ഒരു സാധനം ഒരു കണ്ടീഷൻസൊക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ തന്നെയുണ്ടോ. നമുക്ക് ആക്ച്വലി നമുക്ക് കുറച്ചുകൂടി ഓൺടർപ്രണേഴ്സിന് കുറച്ചും കൂടിയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ് ഉണ്ടാവണം എന്ന് ഉള്ള ഒരു തോട്ട് എനിക്കുണ്ട്. അപ്പോൾ അവർ തന്നെ നിലയിൽ നമുക്ക് സപ്പോർട്ട് ഗവൺമെൻറ് പല രീതിയിലും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവണം. അത് ഏത് ഗവൺമെൻറ്റിൽ നിന്നല്ല, ആര് ഭരിച്ചാലും ശരി, ജനങ്ങളല്ലേ. കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ്റാണ്. അന്ന് ആ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ് ജനങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും ഇതുള്ളത്. അല്ലാതെ നമ്മളെ വോട്ടുകൾ വാങ്ങിപ്പോയി ഓരോ പെട്ടിയിലാക്കി, ഇന്നെ രാഷ്ട്രീയ പാർട്ടിനെ ഒന്നേ ഞാൻ പറഞ്ഞില്ല, പെട്ടിയിലാക്കി ജനങ്ങൾക്കും വേണ്ടി ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. ഹോസ്പിറ്റൽസ് ആണെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിലും അതൊന്ന് കുറച്ചുകൂടി ഒന്ന് ഫെസിലിറ്റി അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ സർവീസസ് പെട്ടെന്ന് കിട്ടുന്ന രീതിയിലാവുക. പിന്നെ മാക്സിമം എന്താ പറയുക, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണെങ്കിലും ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുക. പിന്നെ എഡ്യൂക്കേഷണൽ സിസ്റ്റംസ് ആണെങ്കിലും, പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങുക. എല്ലാവർക്കും അതിനനുസരിച്ചുള്ള കുട്ടികളായാലും ഏതൊരു കുട്ടിയാണെങ്കിലും എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇതൊക്കെ ചെയ്യണമെന്നാണ്